Good morning, and today we are going to discuss about polarography. Okay, our new chapter and as well as last chapter. Okay, and we know that polarography is a type of electrochemical analysis. Okay, electrochemical analysis is a type of polarography, and the voltammetry is mainly divided into polarography and amperometry, and which is based on the principle that in the case of polarography we are using dropping mercury electrode as cathode or indicator electrode, and here mercuric pool is used as anode or reference electrode. Okay, അപ്പോൾ നമ്മൾ പൊളാരോഗ്രഫി എന്ന് പറയുമ്പോൾ അതൊരു ഇലക്ട്രോ കെമിക്കൽ അനാലിറ്റിക്കൽ ടെക്നിക്കാണ്. സോ ഇലക്ട്രോ കെമിക്കൽ അനാലിറ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോ കെമിക്കൽ അനാലിസിസ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സോ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വോൾട്ടാമെട്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇലക്ട്രോ കെമിക്കൽ അനാലിസിസിൻ്റെ ഒരു ടൈപ്പാണ് വോൾട്ടാമെട്രി. സോ വോൾട്ടാമെട്രി എന്ന് പറയുമ്പോൾ നമ്മളവിടെ വോൾട്ടേജ് അപ്ലൈഡ് ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് അപ്ലൈഡോ അല്ലെങ്കിൽ വോൾട്ടേജോ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ വോൾട്ടാമെട്രിയുടെ ഒരു ടൈപ്പാണ് എന്ത്, പൊളാരോഗ്രഫി. വോൾട്ടാമെട്രി ജനറലി പൊളാരോഗ്രഫി എന്നും ആംപെറോമെട്രി എന്നാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊളാരോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത് രണ്ട് ഇലക്ട്രോഡ്സ് ആണ്. ഒരു ഇലക്ട്രോ കെമിക്കൽ അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഇത്, പൊട്ടൻഷ്യോമെട്രിയൊക്കെ കൂടെ പോലെ തന്നെ. അപ്പോൾ അവിടെ രണ്ട് ഇലക്ട്രോഡ്സ് വേണം, ഒരു ആനോഡും ഒരു കാഥോഡും വേണം. സോ കാഥോഡ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെർക്കുറി ഡ്രോപ്പ് ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആനോഡായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെർക്കുറിക് പോളാണ് നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പൊളാരോഗ്രഫിയുടെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ എത്ര കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ആനോഡും കാഥോഡും ഒരു വോൾട്ടമെട്രിക് അറേഞ്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, ഒരു സ്പെസിഫിക് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് ഡിഫ്യൂഷൻ കറണ്ട് എന്നാണ് പറയുന്നത്. സോ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്യൂഷൻ കറൻറ്റാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് നമ്മൾ പൊളാരോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കറണ്ട് വോൾട്ടേജ് കർവും അല്ലെങ്കിൽ പൊളാരോഗ്രഫിക് കർവും കൂടെ തന്നെ എൽക്കോവിക് ഇക്വേഷനും. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം എന്താണ് പൊളാരോഗ്രഫിക് കർവ് എന്നുള്ള കാര്യം. അപ്പോൾ പൊളാരോഗ്രഫിക് കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പൊളാരോഗ്രഫിക് അറേഞ്ച്മെൻറ്റിൽ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ നമ്മൾ മെഷർ ചെയ്യുന്നു. സോ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രാഫ് അവിടെ കിട്ടും. ഓക്കെ, ഒരു കർവ് കിട്ടും, ഒരു സിഗ്മോയ്ഡൽ ഷേപ്പുള്ള കർവ് കിട്ടും. ഓക്കെ, ആ കർവാണ് ഇത് കാണിക്കുന്നത്. സോ ഇതിൽ ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, അങ്ങനെ 3 ഫേസസ് ആണുള്ളത്. ലാഗ് ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് റെസിഡ്വൽ കർവ്. ലോഗ് ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്യൂഷൻ കറണ്ട്. ആൻഡ് ലിമിറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാറ്റോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിലാണ്. ഓക്കെ, ആൻഡ് എ ടു ബി ആണ് ലാഗ് ഫേസ്. ഓക്കെ, ബി ടു സി ആണ് ലോഗ് ഫേസ്, ആൻഡ് സി ടു ഡി ആണത് സ്റ്റേഷനറി ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് എ ടു ബി എന്ന് പറഞ്ഞാൽ സ്മോൾ കറൻറ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റെസിഡ്വൽ കറൻറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ബി ടു സി ഡിഫ്യൂഷൻ കറൻറ്റാണ്. ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിഡ്വൽ കറൻറ്റും ലിമിറ്റിംഗ് കറൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആൻഡ് സി ടു ഡി എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് കറൻറ്റാണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ ഈസ് നമ്മൾ പൊളാരോഗ്രഫിക് കർവും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിഡ്വൽ കറൻറ്റാണ്. ഓക്കെ, ആൻഡ് the current that flows in the absence of depolarizer and which is mainly due to supporting electrolyte. നമ്മൾ ആനോഡും കാഥോഡും അല്ലാണ്ട് ഇവിടെ ഒരു സപ്പോർട്ടിങ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പൊട്ടാഷ്യം ക്ലോറൈഡ്. ആ പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കറൻറ്റാണ് റെസിഡ്വൽ കറൻറ്റ്. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ, ഇലക്ട്രോളിസിസ് occurs and potassium ions will form and layer around mercury drop called Helmholtz double layer.
ഈ മെർക്കുറിക് പൂളും അതുപോലെ തന്നെ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡും അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള മെർക്കുറിക് ഡ്രോപ്പ് അതിൻ്റെ 4 പുറം, അതായത് ആ മെർക്കുറിക് ഡ്രോപ്പിൻ്റെ ചുറ്റും പൊട്ടാഷ്യം അയോൺസ് വന്നിട്ട് ഒരു ലെയർ ഫോം ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹെൽംഹോൾട്ട്സ് ഡബിൾ ലെയർ. ഈ ഹെൽംഹോൾട്ട്സ് ഡബിൾ ലെയറാണ് അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് കാരണമാണ് റെസിഡ്യൂവൽ കറൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുവാണ് ഇപ്പോൾ നമ്മൾ പൊട്ടാഷ്യം അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട്, ഓക്കെ, പൊട്ടാഷ്യം അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട്, അതുകൊണ്ടാണല്ലോ അവിടെ ഹെൽംഹോൾട്ട്സ് ഡബിൾ ലെയർ ഉണ്ടാകുന്നത്. സോ പൊട്ടാഷ്യം അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന കറൻറ്റാണെന്ത്, കണ്ടൻസർ കറൻറ്റ്. അതുപോലെ ഈ ഒരു സൊല്യൂഷനിലുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാകുന്ന കറൻറ്റാണ് ഫാരഡായി കറൻറ്റ്. സോ റെസിഡ്യൂവൽ കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻസർ കറൻറ്റ് പ്ലസ് ഫാരഡായി കറൻറ്റാണ്. കണ്ടൻസർ കറൻറ്റ് പ്ലസ് ഫാരഡായി കറൻറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മൈഗ്രേഷൻ കറൻറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ കറൻറ്റ് ഡ്യൂ ടു മൈഗ്രേഷൻ ഓഫ് അയോൺസ് ഇൻ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ 2 പോളാരോഗ്രാഫിക് ഇലക്ട്രോഡ്സ്. ഓക്കെ, അതായത് അയോൺസിൻ്റെ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലുള്ള അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന കറൻറ്റാണ് മൈഗ്രേഷൻ കറൻറ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡിഫ്യൂഷൻ കറൻറ്റ് ഓർ ID. Okay, and the difference between limiting current and residual current is known as diffusion current. Okay, ഡിഫ്യൂഷൻ കറൻറ്റാണ് നമ്മൾ പൊളാരോഗ്രഫിയിൽ മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ അനലൈസർ സബ്സ്റ്റൻസ്. ഓക്കെ, നമ്മൾ ഏത് കോമ്പൗണ്ടാണോ അനലൈസ് ചെയ്യുന്നത് അതിലുള്ള അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് എന്ത് ഡിഫ്യൂഷൻ കറൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പൊളാരോഗ്രഫിക് അനാലിസിസിൽ നമ്മൾ ഡിഫ്യൂഷൻ കറൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇൽക്കോവിക് ഇക്വേഷൻ. ഇൽക്കോവിക് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പൊളാരോഗ്രഫിക് ആ ഒരു ഗ്രാഫും പൊളാരോഗ്രഫിക് കർവും ഇൽക്കോവിക് ഇക്വേഷനുമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. സോ നമ്മൾ പൊളാരോഗ്രഫിയിൽ ഡിഫ്യൂഷൻ കറൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത്, ഇൽക്കോവിക് ഇക്വേഷൻ. സോ അക്കോർഡിംഗ് ടു ഇൽക്കോവിക് ഇക്വേഷൻ ID ഈസ് ഈക്വൽ ടു 607 ഇൻറ്റു N ഇൻറ്റു C ഇൻറ്റു D⁻²² ഇൻറ്റു M⁻²3 ഇൻറ്റു T⁻²1/6. ഇതാണ് എന്ത്, ഇൽക്കോവിക് ഇക്വേഷൻ. അതായത് ID ഈസ് ഈക്വൽ ടു 607 ഇൻറ്റു N ഇൻറ്റു C ഇൻറ്റു D⁻² ഇൻറ്റു M⁻²3 ഇൻറ്റു T⁻²1/6. ഇതാണെന്ത്, ഇൽക്കോവിക് ഇക്വേഷൻ. ഇനി ഇതിലെ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. ഹിയർ ID ഈസ് ആവറേജ് ഡിഫ്യൂഷൻ കറൻറ്റ്. നമ്മുടെ ഡിഫ്യൂഷൻ കറൻറ്റ് നമുക്ക് മെഷർ ചെയ്യേണ്ട സംഭവം, അതാണ് ID, ഡിഫ്യൂഷൻ കറൻറ്റ്. ആൻഡ് N ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, D ഈസ് എ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, C ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോ ആക്റ്റീവ് മെറ്റീരിയൽ ഓർ അനലൈറ്റ്, ആൻഡ് M ഈസ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മെർക്കുറി ത്രൂ കാപ്പിലറി, ആൻഡ് T ഈസ് എ ടൈം ബിറ്റ്വീൻ സക്സസീവ് ഡ്രോപ്സ് ഓഫ് മെർക്കുറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, അതായത് അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കേട്ടോ. ആൻഡ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ കറൻറ്റ് ആണ്. ആൻഡ് presence of maxima suppressors, viscosity, concentration of analyte, temperature, and pore size of the capillary tube, then mercuric reservoir height. ഇതൊക്കെ നമ്മുടെ ഡിഫ്യൂഷൻ കറൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലിമിറ്റിംഗ് കറൻറ്റ്. പ്ലാറ്റോ ഫേസിലാണ് ലിമിറ്റിംഗ് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ കറൻറ്റ് എബോവ് ദ ലിമിറ്റിംഗ് വാല്യൂ ഇൻ ദ ഫോം of maxima is often noticed on polarographic waves. This origin of the maxima is sometimes connected with the mechanism of electrode process, and in the case of catalytic discharge is called as സ്ട്രീമിംഗ് മാക്സിമ ഓർ പൊളാരോഗ്രാഫിക് മാക്സിമ. അതായത് ഒരു ഡിഫ്യൂഷൻ കറൻറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന കറൻറ്റാണ് ലിമിറ്റിംഗ് കറൻറ്റ്. അത് പ്ലാറ്റോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റേഷനറി കറൻറ്റാണ് കേട്ടോ, ഒരു ഒറ്റ വാല്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അവിടെ ഫുൾ സാച്ചുറേറ്റഡ് ആയി ഇനി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനില്ല, അങ്ങനെ ഒരു സ്റ്റേജിലാണ്. ആൻഡ് ഇതിൽ ഒരു ഇതാണ് പൊളാരോഗ്രാഫിക് മാക്സിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രീമിംഗ് മാക്സിമ എന്ന് പറയും. അതായത് ഒരു കറൻറ്റിനെ സാധാരണ ഒരു കറൻറ്റ് ലിമിറ്റിംഗ് വാല്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യണം, അതിന് പകരം മാക്സിമം വാല്യൂ ആയിട്ട് അത് പോകുന്നു. അതാണ് നമ്മൾ പൊളാരോഗ്രാഫിക് മാക്സിമ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമ സപ്രസേഴ്സ് ഉണ്ട്. പൊളാരോഗ്രാഫിക് മാക്സിമ ഒരു ഗുഡ് സൈൻ അല്ല. സോ നമ്മൾ മാക്സിമ സപ്രസേഴ്സ് പൊളാരോഗ്രഫിയിൽ യൂസ് ചെയ്യാറുണ്ട്. മാക്സിമ സപ്രസേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിസ്കോസിറ്റി, ഡൈസ്, ജെലാറ്റിൻസ്, സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്സ്, അതൊക്കെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും സൊല്യൂഷൻ്റെ. സോ അതൊക്കെയാണ് പൊളാരോഗ്രാഫിക് മാക്സിമ സപ്രസേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. ഓക്കെ, നമ്മുടെ വോൾട്ടേജ് കറൻറ്റ് ഗ്രാഫാണിത്. ഓക്കെ, അല്ലെങ്കിൽ കർവാണിത്. ഈ കർവിൻ്റെ ഇപ്പോൾ നമ്മൾ നോക്കുക, ഈ അപ്ലൈഡ് എക്സ് ആക്സിസിലും വൈ ആക്സിസിൽ കറൻറ്റ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കറൻറ്റും വെച്ചിട്ട് സിഗ്മോഡൽ ഷേപ്പുള്ള ഒരു പൊളാരോഗ്രാഫിക് ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു പൊളാരോഗ്രാഫിക് കർവ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ഓർ ഇ ഹാഫ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ പൊട്ടൻഷ്യൽ ഈസ് ഫൗണ്ട് അറ്റ് ദ inflection of current voltage curve is called as half wave potential, or is the potential at which the current is one half of the diffusion current is called as half wave potential. ഏത് പൊട്ടൻഷ്യലിലാണോ നമ്മുടെ ഡിഫ്യൂഷൻ കറൻറ്റിൻ്റെ പകുതി നമ്മൾ ഏത് പൊട്ടൻഷ്യലിലാണോ കറണ്ട് ഡിഫ്യൂഷൻ കറൻറ്റിൻ്റെ പകുതിയാകുന്നത് അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. Okay, and at this potential there is 50% oxidized form and 50% reduced form of analyte present, and half wave potential is specific for each analyte. Okay, and next one is role of potassium chloride. Okay, which is a previous year university question. Role of potassium chloride എന്താണ് പൊളാരോഗ്രഫിയിൽ എന്നാണ് പറയുന്നത്. സോ അത് കറണ്ടിൻ്റെ കണ്ടക്ഷൻ ഹെൽപ്പ് ചെയ്യും. കറണ്ടിൻ്റെ കണ്ടക്ഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സപ്പോർട്ടിങ് ഇലക്ട്രോലൈറ്റാണ് പൊട്ടാഷ്യം ക്ലോറൈഡ്. ദെൻ വിച്ച് പ്രിവെൻറ്റ്സ് മൈഗ്രേറ്റിംഗ് കറണ്ട് ഡ്യൂ ടു അനലൈറ്റ് ആൻഡ് ഫോം ഹെൽംഹോൾട്ട്സ് ഡബിൾ ലെയർ. ബൈ അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ റെസിഡ്വൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെ റോള്. നെക്സ്റ്റ് വൺ എന്ന് നമ്മൾ പറയുന്നത് ഇൻസ്ട്രുമെൻറ്റേഷനും പൊളാരോഗ്രഫിയാണ് പറയുന്നത്. സോ ഇതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. മെയിൻലി ആനോഡും കാഥോഡും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടും നൈട്രജൻ ഫ്ലോയും അനലൈറ്റ് സൊല്യൂഷനുമാണ് ഇതിനകത്തുള്ളത്. സോ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും, ആനോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മെർക്കുറിക് പൂളാണ്. ഓക്കെ, ആൻഡ് കാഥോഡായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡാണ്. ആൻഡ് ഇതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നൈട്രജൻ ഫ്ലോ ഈസ് ദ ആൻഡ് ഇവിടെ നമ്മൾ അനലൈറ്റ് സൊല്യൂഷൻ ഏതോ അത് നമ്മൾ വെച്ചിട്ടുമുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് കാണാം ഈ മുകളിലുള്ളത് മെർക്കുറിക് റിസർവോയറാണ്. അതിൽ നിന്ന് കാപ്പിലറി വഴി ഓരോ ഡ്രോപ്പായിട്ട് മെർക്കുറി നമ്മൾ പൂളിലോട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻ പാർട്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഓർ DME, വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ആൻഡ് ആക്ട് ആസ് കാഥോഡ്, and which is a polarizable small electron and mainly consisting of mercury reservoir, a connecting tube, capillary tube and a ഗ്ലാസ് ഇലക്ട്രോലൈറ്റ് സെൽ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. സോ നമുക്ക് കാണാൻ പറ്റും ഒരു മെർക്കുറിക് റിസർവോയറും ഒരു കണക്റ്റിംഗ് ട്യൂബും ഒരു കാപ്പിലറി ട്യൂബും ആണുള്ളത്. സോ ഈ മെർക്കുറിക് റിസർവോയറിൽ നിന്ന് ഈ ഒരു കാപ്പിലറി ട്യൂബ് വഴി മെർക്കുറി ഡ്രോപ്പായിട്ട് നമ്മുടെ മെർക്കുറിക് പൂളിലോട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് dropping mercury electrodes are the mercuric drop act as cathode, and electrode surface is renewable and less chances of contamination. Mercury react with metal ion form amalgams. And here is the disadvantages. Potential range between -1.8 volt to +0.4 volt. +0.4 വോൾട്ടിന് മുകളിൽ ഒരിക്കലും നമുക്ക് പൊട്ടൻഷ്യൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജസ്. ആൻഡ് ദർ ഇസ് എ ചാൻസ് ഓഫ് ബ്ലോക്കേജ് ഓഫ് കാപ്പിലറി. ഓക്കെ, ആൻഡ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഈസ് ആൾസോ നോൺ ആസ് മൈക്രോ ഇലക്ട്രോഡ്. ആൻഡ് റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെർക്കുറിക് പൂളാണ് ജനറലി യൂസ് ചെയ്യുന്നത്. ആൻഡ് മെത്തഡ് ഓഫ് അനാലിസിസ്, ഓക്കെ, ആനോഡ് ഈസ് കണക്റ്റഡ് ടു ദ ബാറ്ററി ബൈ platinum or stainless steel, and cathode is connected to negative end of the battery, and the analyte solution is kept in the beaker with the supporting electrolyte potassium chloride. Supporting electrolyte helps in the conduction of current, and the amount of potassium chloride is 50 to 100 times more than that of the analyte in order to eliminate the migration current. And if we are giving the potential difference, drifting occurs and corresponding current is produced or diffusion current is produced. And next one is rotating platinum electrode ആണ്. നമ്മൾ +4 വോൾട്ടിന് മുകളിൽ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു അഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഡ്രോപ്പിംഗ് റൊട്ടേറ്റിംഗ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ആൻഡ് we can apply, here is the advantages,
Here the advantage is we can apply a potential above plus 0.4 volt, okay, and which mainly consisting of a glass tube with bent platinum wire at its tip. Okay, and this is the arrangement which mainly consisting of mercury reservoir, glass tubing, copper wire and platinum wire. Okay, and here is the advantages of rotating platinum electron over DME, that is dropping mercury electron. Diffusion current is 20 times larger than DME, which allow measuring a small concentration of ions. The rotating platinum electrode can be used at a positive potential up to plus 0.9 volt. Okay, and here is the various applications of polarography. Polarographic analysis can be used directly for the determination of any substance like solid, liquid or gaseous, organic, inorganic or ionic form. Okay, and amperometric titrations involve polarographic principle, and which is used to study the diverse topics of hydrolysis, solubility, complex formation and absorption, and the stoichiometry, kinetics of chemical reactions. Polarography can be used for the investigation of the relationship between electrochemical data and structure, and which is mainly used for trace metal analysis. The most important field of application in inorganic determination are metallurgy, environmental analysis, food analysis, toxicology, clinical analysis, etc., and analysis of drugs like alkaloids, hormones, terpenoid substances, and polymers can be determined. Polymers as well as pesticide can be determined by polarography. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. സിമ്പിൾ ആൻഡ് സ്മോൾ ചാപ്റ്ററാണ്. ഓക്കെ, നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.